വട്ടിയൂർക്കാവിന്റെ മണ്ണ് മനസ്സും സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിനീതിയ വോട്ടുകൾ കല്യാണയാക്കി രേഖപ്പെടുത്തി വിനീതനായി വിജയിപ്പിച്ചനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കണം. നമുക്ക് വേണ്ടത് നാടിൻ്റെ വികസനമാണ്. ഞങ്ങൾക്കറിയാം, 8 വർഷത്തോളം ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയി പ്രവർത്തിച്ചപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ട് പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. 2011 സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എല്ലാ നഗരസഭാ റോഡുകളും അന്ന് നവീകരിക്കുകയുണ്ടായി. 13 റോഡുകൾ നവീകരിച്ചു. പ്രാധാന്യം പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ LDF ഗവൺമെൻറ്റായിരുന്നു. 7 വർഷം LDFിൻ്റെ MLA ഉണ്ടായിരുന്നു. അതുവരെ 3 മാസം മുമ്പ് നഗരസഭ LDFിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ നഗരസഭയിലെ റോഡുകളുടെ വികസനത്തിന് ഒരു ചില്ലി കാശ് പോലും മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ആരംഭിച്ച 2ാമത്തെ മെഡിക്കൽ കോളേജ് അത് ഈ സർക്കാർ വന്ന് അടച്ചുപോയി. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ 2ാമത്തെ മെഡിക്കൽ കോളേജ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് ഉറപ്പ് നൽകാൻ ഈ സേവനം ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കണം. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ നഗരത്തിൽ മിക്ക ദിവസവും വെള്ളമില്ല. ആറ്റുകാൽ പൊങ്കാല വന്നാലും വെള്ളമില്ല, വീട്ടുകാർ പള്ളിയിലെ പെരുന്നാൾ വന്നാലും വെള്ളമില്ല, ഭീമാപ്പള്ളി ഉറൂസ് വന്നാലും വെള്ളമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വട്ടിയൂർക്കാവിന്റെ മണ്ണ് മനസ്സും സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിനീതിയ വോട്ടുകൾ കല്യാണയാക്കി രേഖപ്പെടുത്തി വിനീതനായി വിജയിപ്പിച്ചനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കണം. നമുക്ക് വേണ്ടത് നാടിൻ്റെ വികസനമാണ്. ഞങ്ങൾക്കറിയാം, 8 വർഷത്തോളം